ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് ഒരു ചെറിയ വ്ളോഗാണ്. സംഭവം ഒരു ദിവസം ഒരു ദിവസം ഒരു ബിസി ഒന്നും അല്ലാത്ത ഒരു ദിവസം ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇന്ന് സൺഡേ ആണ്, ജിമ്മില്ല, ആർച്ചറി അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതാണ്, അതുമില്ല. അപ്പോൾ ഉച്ച വരെയുള്ള സമയം ഞാൻ ഫ്രീ ആണ്. അപ്പോൾ അത് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുന്നതാണ് ഈ എഴുതുന്നത്. എനിക്ക് സാധാരണ എന്തെങ്കിലും സംഭവം അറിയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതിപ്പം ഒരു സ്കില്ലായാലും അല്ലെങ്കിൽ നോളജ് ടൈപ്പ് സാധനങ്ങളായാലും ഞാൻ റിസർച്ച് ചെയ്യും, അത് പഠിക്കും. പഠിച്ചു കഴിഞ്ഞ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. അപ്പം അത് രാവിലെ കുറച്ച് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഇൻഡോർ പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കരുതി. അപ്പം അത് കുറേയൊക്കെ ഇലയൊക്കെ ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു. കാരണം കുറേ ചെടികൾ നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു ഗൈസ്. പക്ഷെ അത് വീഡിയോ കിട്ടി ഷോർട്സിലാണ്. ഞാൻ പറ്റുമെങ്കിൽ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ രാവിലെ ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അക്കി ഇതിനൊന്നും സമ്മതിക്കണില്ല. അവനൊരു റേയിങ് മാൻഡിസിനെ അറിയാം നമുക്ക്. അവനെ അവൻ കൊന്നെന്ന് തോന്നണം. എന്തോ പരിപാടി നടക്കാനുള്ള. ഞാൻ കാണിച്ചില്ല, കണ്ടോ? എടാ അത് ചത്തതാണോടാ. ഇവൻ ഒന്നിനും സമ്മതിക്കുന്നില്ല. അവനവിടെ വിട്ടിലിന്റെ ഡെഡ് ബോഡി കുഴിച്ചു മൂടുകയാണ്. ഓ, ചത്തുപോയടാ അത്. ഞാൻ സഹായിക്കാം. അടിച്ചു കൊല്ല്. ഇങ്ങോട്ട് തല. ഇതിന്റെ ഇലയിലൊക്കെ പൊടിയുണ്ട് ഗൈസ്, കണ്ട? പൊടിയുണ്ട്. നമുക്ക് ഈ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. പിന്നെ ഈ പോട്ടൊക്കെ കണ്ട, ഇതിലൊക്കെ ചെളി പിടിച്ച പോലെ ഉണ്ട്. ഈ സംഭവം തറയിലിരുന്ന പോട്ടാണ്. ഇത് എന്തോ ഇതിന് ഇളക്കി വെച്ചിട്ട് പ്രശ്നം വന്നു. അപ്പോഴത്തേക്ക് അച്ഛനെ താഴെ ആക്കിയായിരുന്നു. അതാണ് ഇത് നമുക്കിന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെടി കാണിച്ചു തരാം. പരുവായി കണ്ട. ഇതിന് ആക്ച്വലി വെള്ളം ഒഴിക്കാൻ പാടില്ല. എടാ പോടാ. ഇതിന് ആക്ച്വലി വെള്ളം ഇതിന്റെ മുകളിൽ ഒഴിക്കാൻ പാടില്ല. വേറൊരു മെത്തേഡിലാണ് ഇതിന് വെള്ളം കൊടുക്കേണ്ടത്. ഞാൻ മിക്കവാറും ഇവിടെ ബിസി ആയിരിക്കുമല്ലോ. അപ്പം വെള്ളം ഒഴിക്കുന്നവർ അതിന് വെള്ളം ഒഴിക്കും. അങ്ങനെ അതിന്റെ ലീഫിലെല്ലാം ചെളിയായി. അതാണ് ഈ കളർ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്ന സാധനമാണ്. ഇത് സ്നേക്ക് പ്ലാന്റ്, അതോസ്റ്റങ്ക് എന്നൊക്കെ പറയുന്ന സാധനം. ഇത് സെഡ് പ്ലാന്റ്. ഇതാണ് എൻ്റെ അമ്മ. എന്താ പത്താം വായിക്കുന്നുണ്ടാ? അയ്യോ, കാണാൻ പറ്റുന്നില്ലേ. നടക്കുന്നവൻ. ഇതിനെ സെൽഫ് വാട്ടറിങ് പോട്ട്സ് എന്നാണ് പറയുന്നത്. ഇതിന്റെ താഴെ ഒരു ചെറിയ കണ്ടെയ്നർ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ചെടിക്ക് ഒഴിക്കുന്ന വെള്ളം അതിൽ നിന്ന് ഡ്രെയിനായി ഇതിൽ വരും. പിന്നെ അതിൽ നിന്ന് വീണ്ടും ചെടിക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. ഇതാണ് അതിന്റെ സിസ്റ്റം. ക്ലീനായി. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഇതേപോലെ ക്ലീൻ ചെയ്യാറുണ്ട്. ഇത് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. ഇതിന്റെ ഇലയൊക്കെ താഴത്തെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിന്റെ ഇലയും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യാം. ഇതൊക്കെ കാണുമ്പം ഈ ചെടികളൊക്കെ ഞാനാണ് നടുന്നതെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. നടുന്നതും വെള്ളം ഒഴിക്കുന്നതും എല്ലാം എൻ്റെ അച്ഛനാണ്. ഈ ചെടി വയ്ക്കാൻ പറഞ്ഞത് മാത്രമാണ് ഞാൻ. ഇത് എൻ്റെ വീട്ടിലെ അക്വേറിയമാണ്. ഇതൊരു സെൽഫ് സസ്റ്റൈനബിൾ എക്കോളജിക്കൽ അക്വേറിയം. ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. സംഭവം ഇത് 5 വർഷമായി ഇതിനകത്ത് വെള്ളം മാറ്റിയിട്ട്. ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഇത് വെള്ളം മാറ്റേണ്ടാത്തൊരു ടാങ്കാണ്. ഇത് വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. ഇതിൽ 5 വർഷമായി വെള്ളം മാറ്റി. ഇത് വെള്ളം ഇങ്ങനെ കുറയുന്ന സമയത്ത് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കോമ്പറ്റീഷന് പ്രാക്ടീസും തിരക്കും ഒക്കെ ആയിരുന്ന ആ ടൈമിൽ ഈ ലൈറ്റ് കംപ്ലൈന്റ് ആയി. അപ്പൊ എനിക്കിതിനെ റീസെറ്റ് ചെയ്യാനോ ഒന്നിനും സമയവും ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ പോയി. പക്ഷെ ഞാനിത് ഒരു 6 മാസമൊക്കെ ആകുമ്പം, 6 മാസം പോകില്ല, ഒരു 2 മാസത്തിനകത്ത് ഇത് ക്രാഷ് ആകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴും ഏകദേശം 1 വർഷത്തോളം ഈ ലൈറ്റ് ഇല്ലാണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു ലൈറ്റ് ഞാൻ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്. പക്ഷെ ഇതിനകത്ത് ഇപ്പോഴും നിങ്ങൾ നോക്കി കാണാൻ പറ്റും. കണ്ട, ചെടികളുണ്ട്, മീനുമുണ്ട്. ഇതിനകത്ത് ഇപ്പൊ കിടക്കുന്നത് ഏഞ്ചലാണ്. ബ്ലൂ ഏഞ്ചൽ ഉണ്ട്. ഇതിന്റെ പേര് എനിക്കറിയില്ല. മാർബിളോ അങ്ങനെ കണ്ടാണ്, ഓർമ്മയില്ല പേര്. പിന്നെ പെൻഗ്വിൻ്റെ ഉണ്ട്. നിലവിൽ ഇത്രയും ആളുകളാണുള്ളത്. പക്ഷെ ഇതിനകത്ത് ഒരു അടിപൊളി സംഭവമായിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഇതിനകത്ത്. ഷ്രിമ്പും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്ത സാധനമാണ്. ഇത് നമുക്ക് റീസെറ്റ് ചെയ്യണം ഗൈസ്. അത് ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് റീസെറ്റ് ചെയ്യണം. കുറേ ജോലിയുണ്ട്. എന്തായാലും ഇത് ക്രാഷ് ആവാത്തത് കൊണ്ട് നമുക്കിതിന് റീസെറ്റ് അല്ല, റീസ്റ്റാർട്ട് ചെയ്യണം.
അതാണ് സത്യം. ഇതിനകത്ത് സൈക്ലിങ്ങും കുറെ പരിപാടികളുണ്ട്, കെമിക്കൽ സൈക്ലിംഗ് ഒക്കെ. അത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഗൈസ്. എന്താണ് ഇനി വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ കുറച്ച് പരിപാടികളിലൂടെ ഉണ്ട്. അപ്പം അതിനായിട്ട് പോയാണ് ഞാൻ ഒരുങ്ങി റെഡി ആയിട്ട് വരാം. നീ വരണോ? നീ ഒഴിനോടെ തടിയോ? നിങ്ങളെന്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ജിത്തു എൻ്റെ കസിനാണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് അവൻ്റെ വീട്ടിലോട്ടാണ്. അവനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അത് സാധാരണ എൻ്റെ വീഡിയോസ് ഞാൻ തന്നെയാണ് ചെയ്യണത്. എൻ്റെ ഫോണിൽ അന്ന് റെക്കോർഡ് ചെയ്യും, ഞാൻ തന്നെ ചെയ്യും. ചില വീഡിയോസ് അവനാണ് എടുക്കുന്നത്, അവനാണ് ചെയ്യുന്നത്. എത്തി ഗൈസ്, നമ്മള് അവൻ്റെ വീട്ടിലെത്തി. അവനിവിടെ എന്തോ ഭയങ്കര പരിപാടിയിലാണ്. നമ്മളൊരു വീഡിയോ വരുന്നുണ്ട് നമ്മളെ ചാനലിലത്തേക്കുള്ളത് തന്നെ. അത് അത്യാവശ്യം ജോലിയുള്ള സംഭവമാണ്. എഡിറ്റിങ്ങിന്റെ ആവശ്യമായിട്ട് ഇതൊക്കെ നടക്കണല്ല. എന്താ ജീവനുണ്ടോ പരിപാടി? എക്സ്ക്ലൂസീവ് ആണ്, ഇത്രയൊക്കെ കണ്ടാ മതി. അവന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഫുഡ് കഴിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. നമ്മൾ ഇന്നത്തെ എന്റെ ഉറക്കം അത്ര ശരിയല്ലായിരുന്നു. അപ്പൊ അത് ഞാൻ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അറിയാമായിരിക്കും, ഉറങ്ങിപ്പോയി. 2 മണിക്കൂർ അങ്ങ് വെറുതെ എനിക്ക് നഷ്ടമായി. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്യാൻ കയറി. എഡിറ്റിങ് ഏകദേശമൊക്കെ ഒതുക്കി ഇപ്പൊ ഞാൻ ഫ്രീ ആയതേ ഉള്ളൂ. ഇനി കിടന്നുറങ്ങണം ഗൈസ്. ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഓയില്ലേ ഓ